ഡാ ഉണ്ണി എവിടെ പോയി? സാധനം മേടിക്കാൻ കടയിൽ പോയതാ. എവിടാടോ? തന്നെ കാണാനില്ലല്ലോ. ഞാൻ കരുതി താൻ അമേരിക്കക്ക് തിരിച്ചു പോയെന്ന്. വീട്ടിൽ തന്നെ ആയിരിക്കും അധിക സമയവും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ പുറത്തിറങ്ങാറുള്ളൂ. ഡോ ഒരു ചെറുതടിക്കുന്നു. മനസ്സിലായില്ല? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എടോ മദ്യം ഒരു ചെറുത് അടിച്ചിട്ട് പോകാം. അയ്യോ വേണ്ട വേണ്ട. എന്റെ പൊന്നു ഉണ്ണിക്കുട്ട, സാധനം റെമ്മ. ഈ റെമ്മ ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾ റോബോട്ടുകൾക്ക് വേണ്ടിട്ടാ. മനസ്സിലായില്ല? ഓ ഈ റെമ്മെന്ന് വെച്ചാൽ എന്തുവാ? ആ റെമ്മെന്ന് വെച്ചാൽ റോബോട്ടുകൾക്ക് ഉള്ള മദ്യം. ഓ അങ്ങനെ. പക്ഷേ എനിക്കിഷ്ടം വാറ്റ. എടാ കള്ള, നീ വാറ്റിന്റെ ആളല്ലേ? അതിനെന്താ ഒറ്റ ഫോൺ കോൾ സാധനം ഇപ്പൊ എടുത്തു. അയ്യോ ആ വാറ്റല്ല. വാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നത് തെറ്റാണ്. അതാണ് വാറ്റ്. മനസ്സിലായോ? എന്നെ വിട്ടേര് മാഷേ. വെള്ളം അടിക്കുന്നത് തെറ്റാണോ? ആ എന്തായാലും ഒരെണ്ണം അടിച്ചിട്ട് ആലോചിക്കാം. ഉണ്ണിക്കുട്ടനെ കിട്ടിയ നമ്മളെ എത്ര ഭാഗ്യവാന്മാരാ. ഉള്ള ജോലി എല്ലാം ചെയ്തു. ശമ്പളവും വേണ്ട, ആഹാരവും വേണ്ട. ആകെപ്പാടെ വേണ്ടിയത് സ്വല്പം കരണ്ട. അതിന് നമുക്ക് സോളാറും. നിങ്ങൾ അതിനെക്കുറിച്ചാണോ പറഞ്ഞത്? നിങ്ങൾ എപ്പോഴും പൈസ 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 എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ അവന്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അനുസരണ, സ്നേഹം, വിനയം ഇതെല്ലാം ഉണ്ട്. എനിക്കൊരു റോബോട്ടാണെന്നേ തോന്നത്തില്ല അവൻ. എൻ്റെ സ്വന്തം മോനെ പോലെ എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളിനി ആർക്കും വിട്ടുകൊടുക്കത്തില്ല അവന്. നമ്മുടെ ജീവിതാവസാനം വരെ അവൻ നമ്മളെ കൊടുക്കാം. അതെ അതെ, നമ്മുടെ സ്വന്തം ഉണ്ണിക്കുട്ടനാ അവന്. ഹലോ. ആ നീയോ? വാ ഇരി. മാമന്റെ ശരിക്കുള്ള പേരെന്തുവാ? ഏയ് ഡോണ്ട് കോൾ മീ മാമൻ, കോൾ മീ ബ്രോ. ഓക്കേ? ആ ബ്രോയുടെ ശരിക്കത്തെ പേരെന്തു? മൈ നെയിം ഈസ് എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. വെറുതെ ചോദിക്കണ്ടായിരുന്നു. ബ്രോ എന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കൂ? പിന്നെന്താ, കളിക്കാം. പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക്. ഓക്കെ ആണോ? എന്നാ വാ. ഔട്ടോ? എവിടുത്തെ ഔട്ട്? ഒറ്റ കമ്പേ വീണുള്ളൂ. ഔട്ടൊന്നും അല്ല. ഞങ്ങളുടെ ഇന്ത്യയിൽ അങ്ങനാ. പക്ഷെ ഞങ്ങൾ അമേരിക്കയിൽ ഇങ്ങനെ അല്ല. അത് നിങ്ങൾ അമേരിക്ക. നീ ഉടായിപ്പ. നീ പോ. നിന്നോട് ഞാൻ കളിക്കുന്നില്ല. നീ പോ. എന്നെ മോശക്കാരനാക്കിയ ഞാൻ വെറും മോശക്കാരനാ. ആഹാ, പിന്നാള് കൊള്ളാമല്ലോ. എന്തോ എന്നെയാണോ വിളിച്ചേ? അയ്യോ ഇപ്പൊ വരാവേ. എന്നെ ആരോണ്ട് വിളിച്ചോണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്നെ കാണിച്ചു തരായിരുന്നു. പേടിത്തണ്ട്. മോനെ പറയടാ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്ന. പിന്നെ അവനെന്തിയേ നിങ്ങടെ ഉണ്ണിക്കുട്ടൻ? ഉണ്ണിക്കുട്ടൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇതുവരെ അവൻ എണീറ്റിട്ടില്ല. അവിടെ ഇപ്പൊ ഉച്ചയായി കാണുമല്ലോ. പിന്നെന്താ? എങ്ങനെ എണീക്കാനാ? പാതിരാത്രി ആകുമ്പോഴല്ലേ അവൻ കയറി വരുന്നത്. അപ്പൊ ക്ഷീണം കാണും. അച്ഛൻ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തേ. ശരി ശരി. കുഞ്ഞാവ കിടന്ന് ഉറങ്ങുന്നുണ്ടില്ലയോ? ഉണ്ണിക്കുട്ടാ. എന്താടാ കുട്ടാ? എന്തിനാ നീ എന്നെ വിളിച്ചേ? നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? വന്നേ. പപ്പയായിരുന്നു. നട്ടുച്ചയ്ക്ക് കുഞ്ഞാവ സ്വപ്നം കാണുമായിരുന്നു. ഇതാത്തിന്റെ ബോസ് വിളിക്കുന്നു. ബോസോ? ഹലോ ബോസേ. നീ ശരിക്കും ആളങ്ങ് മാറിപ്പോയല്ലോടാ. എന്താ ബോസേ അങ്ങനെ പറഞ്ഞേ? നീ 2 ദിവസം മുമ്പേ ബാറിലങ്ങനെ കിടന്ന് അടി ഉണ്ടാക്കിയോ? ഓ അതായിരുന്നു. എന്റെ ബോസ് തന്നെ അത് ചോദിക്കണം. ഞാനാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ചുമ്മാ ഒരു കമ്പനിക്ക് ഒന്ന് ബാറിൽ പോയതാ. എന്തിന്? സിനിമ കാണാനോ? എന്റെ ബോസെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങള് ബാറിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നേരം ഒരു 3 അവന്മാര് വന്നിട്ട് എന്നോടൊരു ചോദ്യം. റോബോട്ടുകൾക്ക് എന്താടാ ബാറി കാര്യം? ഞാൻ ഒന്നും മിണ്ടാതെ നടന്നു പോയതാ. അപ്പൊ അതിലൊരുത്തന് എന്നെ പിടിച്ച് ഒറ്റ തള്ളു. ബോസിന് അറിയാമല്ലോ, എന്റെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ എന്റെ കൺട്രോൾ പോകും. പിടിച്ച് തള്ളിയവന് ഞാനും പിടിച്ചൊരു തെള്ളു കൊടുത്തു. അവനാണെങ്കിൽ തെറിച്ചു പോയി വീണ് ഒരു കാറിന്റെ മുകളിലാണ് വീണത്. കാറിന്റെ ഗ്ലാസും പൊട്ടി, അവന്റെ തലയും പൊട്ടി. അപ്പൊ ഇത് കണ്ടപ്പോ രണ്ടാമത്തെ അവൻ എന്നെ ഇടിക്കാൻ വന്നു. ഞാൻ അവന് ഒറ്റ ഇടി കൊടുത്തു. ഇടി കൊണ്ട് അവൻ തെറിച്ചു പോയി വീണത് മതിലും തകർത്ത് അപ്പുറത്തെ റോഡില. അവന്റെയും തല പൊട്ടി. ഇത് കണ്ട് മൂന്നാമത്തെ അവൻ എന്നെ ചവിട്ടാൻ വന്നു. ഞാൻ അവന് ഒറ്റ ചവിട്ട് കൊടുത്തു. ആ ചവിട്ടും കൊണ്ട് അവൻ തെറിച്ചു പോയി വീണത് ബാറിന്റെ ഗോഡൌണില്ല. അവന്റെയും തല പൊട്ടി, 100 കുപ്പിയും പൊട്ടി. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ബോസേ. അതിന് അവരെന്നെ പോലീസ് സ്റ്റേഷനെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയത്.
മോനെ ഒരു കാര്യം കേൾക്കണോ? പോലീസുകാരെ പറഞ്ഞ എന്താണെന്നറിയോ? റോബോട്ടിനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന്. അതുകൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. മിക്കവാറും അവര് അവന് വേണ്ടിട്ട് ആ വകുപ്പ് എഴുതി ചേർക്കും. ആ അച്ഛൻ എന്തായാലും അവനോടൊന്ന് ഫോൺ കൊടുത്തേ. എന്നാ സംസാരിക്കാം. ബോസേ, നിന്നെ ഇനി അവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. അതുകൊണ്ടേ എന്റെ പൊന്നുമോനെ തിരിച്ച് അമേരിക്കയിലോട്ട് വരാനേ റെഡി ആയിക്കോ. അയ്യോ അങ്ങനെ പറയല്ലേ ബോസേ. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. സത്യം, ഞാൻ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. ബോസേ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ ബോസേ, പ്ലീസ്. ശരി ശരി, പക്ഷെ ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്, കേട്ടല്ലോ? പാപ്പാ, ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. കൊള്ളാം കൊള്ളാം, അറിഞ്ഞറിഞ്ഞു. മുറിക്കകത്ത് പൂട്ടിയിട്ടേ ഇവളെ വിദഗ്ധമായി വിളിച്ചിറക്കിക്കൊണ്ട് പോയി നീ രക്ഷമാരി ചെയ്ത് കഴിച്ചു. മിടുക്കൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ സൂക്ഷിച്ചു. ഇവരുടെ വീട്ടുകാരെ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട് നിന്നെ തല്ലാൻ. അതന്ന് ബാറി വെച്ച് തല്ലുകൂടിയവന്മാരെ കൂട്ടുകാരല്ലേ? അതന്ന് ഉണ്ണിയേട്ടനെ കണ്ടപ്പോഴേ ജീവനും കൊണ്ടുപോയി. ചക്കിക്കൊത്ത ചങ്കരൻ. എന്തായാലും രണ്ടിനെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ ഞാൻ കയറ്റത്തില്ല. എവിടെയാണെന്ന് വെച്ചാൽ പൊക്കും. എക്സ്ക്യൂസ് മീ. എന്തിനുള്ള പുറപ്പാട്? പിന്നല്ലാതെ മനുഷ്യരെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു റോബോട്ട് അവന്. അവനും വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള കാര്യം നമ്മളങ്ങ് മറന്നു. എന്തായാലും ഞാൻ ഇവരെ ഇവിടുന്ന് ഇറക്കി വിടാൻ സമ്മതിക്കത്തില്ല. ഇവർ ഇവിടെ തന്നെ ജീവിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിയമങ്ങൾ തീരുമാനിക്കട്ടെ. മോള് കയറി പാടി മോളെ. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? വിഷ് യു ഓൾ Happy Savari Giri.